സമയം സമയം 28 ജൂലൈ 2020 രാത്രി 11:25 മണി. സ്ഥലം ചാലിയാറ്. ഹൈവേയിലൂടെ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാർ. ഇരുവശങ്ങളിലും റബ്ബർ മരങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ വണ്ടി മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം പതുക്കെ ഇരുട്ടിനെ തുളച്ചു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കുറച്ചു മുന്നിലായി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറിനടുത്ത് ഒരാളും പ്രത്യക്ഷപ്പെട്ടു. അയാൾ ലിഫ്റ്റിനായി കൈ വീശി കാണിക്കുന്നുണ്ടായിരുന്നു. കാർ സ്ലോ ചെയ്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിന്റെ സമീപത്തായി നിർത്തി. ലിഫ്റ്റിന് കൈ കാണിച്ചയാൾ 1 മിനിറ്റ് എന്ന ആംഗ്യം കാണിച്ചു പോക്കറ്റിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് തുറന്നുവെച്ച ബോണറ്റിന്റെ അഭിമുഖമായി നിന്ന ആൾക്ക് കൊടുത്ത് എന്തോ പറഞ്ഞു. എന്നിട്ട് ആ കാറിന്റെ ഡിക്കിയിൽ ഇരുന്ന ഒരു വലിയ ട്രോളി ബാഗ് എടുത്ത് ലിഫ്റ്റിനായി നിർത്തിയ കാറിന്റെ ബാക്ക് സീറ്റിൽ വെച്ചു. എന്നിട്ട് മുന്നിലെ സീറ്റിൽ വന്നിരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങി. താങ്ക്സ്, മേക്കാട് ജംഗ്ഷൻ വഴി ആണോ പോകുന്നത്? ആഗതൻ ചോദിച്ചു. അതെ. വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ? ആ അതെ. ഏതോ പഴയ വണ്ടിയാണ്. എയർപോർട്ടീന്ന് വിളിച്ചതാ. പെട്ടെന്നുള്ള വരവായുണ്ട്. വീട്ടീന്ന് ആരും പിക്ക് ചെയ്യാൻ വന്നില്ല. ഹോ ഓക്കേ. ആം ജോർജിയു. അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. അയാം ശ്യാം. മുംബൈ ഒരു റെസ്റ്റോറന്റ് ചെയിൻ പാർട്ണർഷിപ്പിൽ നടത്തുന്നു. ഹോ ഓക്കേ. ഞാൻ ഇവിടെ കുറച്ച് റബ്ബറും ഏലവുമൊക്കെയായി പോകുന്നു. ഹോ ഓക്കേ സർ. വേറെ എന്തേലും പറയാൻ വന്നോ? ശ്യാം ചോദിച്ചു. ഇല്ല. എന്താ അങ്ങനെ ചോദിക്കാൻ? ജോർജ് ചോദിച്ചു. എന്തോ? അത് വിടൂ. പിന്നെ ബിസിനസ് എങ്ങനെ പോകുന്നു? ആ, കുഴപ്പമില്ല എന്ന് പറയാം. ഇവിടെ ബിസിനസ് ക്ലച്ച് പിടിക്കാൻ പാടാണ്. ആ, ശരിയാ, കേട്ടിട്ടുണ്ട്. അപ്പോ സർ ഈ ബിസിനസിനു മുൻപ് പോലീസിൽ ആയിരുന്നു? ശ്യാം ചോദിച്ചു. ഒരു ഞെട്ടലോടെ ജോർജ് ശ്യാമിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അത് തനിക്ക് എങ്ങനെ മനസ്സിലായി? ശ്യാം ചോദ്യം കേൾക്കാത്ത പോലെ പുറത്തോട്ട് നോക്കിയിരുന്നു. കാർ ഇരുൾ നിറഞ്ഞ വഴിയിലൂടെ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം ശ്യാം വാച്ചിലേക്ക് നോക്കി. എന്നിട്ട് തിടുക്കത്തിൽ വണ്ടിയിലെ മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്ത് FM ട്യൂൺ ചെയ്ത് പറഞ്ഞു. സർ, ഓൺ ആക്കുന്നുണ്ടേ. ഈ സൈലൻസ് എനിക്ക് പണ്ടേ അലർജിയാ. സർ, മിഡ്നൈറ്റ് ഹംഗാമ കേൾക്കാറുണ്ടോ? RJ അലീനയുടെ പ്രോഗ്രാം. സൂപ്പർബ് പ്രോഗ്രാം. ഐ ആം എ ഗ്രേറ്റ് ഫാൻ. FM. വെൽക്കം ബാക്ക് എവരിവൺ. ഇത് നിങ്ങളുടെ സ്വന്തം RJ അലീന. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ട്രെൻഡിംഗ് തുടർക്കഥ സെഗ്മെന്റിലേക്ക് കടക്കുന്നു. എല്ലാവരും കഥ ഓർക്കുന്നുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് പേടിക്കാതെ കേൾക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു. നമ്മുടെ വില്ലൻ വീണ്ടും വഴിയിൽ ഒരു ട്രോളി ബാഗും ആയി നിൽക്കുന്നു. ദൂരെ നിന്നും ഒരു കാർ വരുന്നു. കാറിനു അയാൾ കൈ കാണിക്കുന്നു. സർ, എന്താ ഒന്നും മിണ്ടാതത്? ആ, നേരത്തെ ചോദിച്ചത്. സാറിന്റെ ഫേസ് കണ്ടാൽ തന്നെ ഒരു പോലീസ് ലുക്ക് ഉണ്ട്. അതുകൊണ്ട് ഊഹിച്ചു. ജോർജ് ഈ മ്യൂസിക് പ്ലെയറിലേക്കും പിന്നീട് ശ്യാമിനെയും നോക്കി. FM. നമ്മുടെ വില്ലൻ കുര്യനോട് ചോദിച്ചു, നിങ്ങൾ ഒരു പോലീസുകാരൻ അല്ലേ എന്ന്. സർ, മുംബൈ വന്നിട്ടുണ്ടോ? ശ്യാം ചോദിച്ചു. നിനക്ക് നീ ആരാ? ജോർജി ഉറച്ച സ്വരത്തിൽ ചോദിച്ചു. FM. ഓർമ്മകൾ ഭൂതകാലത്തിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരുന്നു. സർ, ശ്രദ്ധിച്ചോ? ഈ കഥ കൊള്ളാം അല്ലേ? ഐ ടോൾഡ് യുന്ന്. ഷീ ഈസ് ഗുഡ്. യു ആർ റിയലി ഗുഡ് പേഴ്സൺ ടു. ഒരു സ്ട്രേഞ്ചർക്ക് ഈ സമയത്ത് ലിഫ്റ്റ് കൊടുക്കാനൊക്കെ എല്ലാരും മടിക്കും. ഈ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ജോർജ് വണ്ടി ചവിട്ടി നിർത്തി. എന്നിട്ട് ശ്യാമിനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ എന്നെ പേടിപ്പിക്കുകയാണോ? സർ. അയ്യോ, ഞാൻ സാറിനെ എങ്ങനെ പേടിപ്പിക്കാനാ? എന്നാ ഇറങ്ങിക്കോ. മേക്കാട് ജംഗ്ഷൻ ആയി, ജോർജ് പറഞ്ഞു. ഹോ, മേക്കാട് ആണോ ഇത്? ഹോ, നിനക്ക് നിന്നറ വീടുള്ള സ്ഥലം അറിയില്ലേ? നീ കളിക്കല്ലേ. നിനക്ക് എന്താ അറിയേണ്ടത്? പറയടാ, ജോർജ് ചോദിച്ചു. എനിക്ക്. FM. വില്ലൻ ചോദിച്ചു. ഒരു ശങ്കരനെ അറിയുമോ? ആ, അത് തന്നെ എനിക്കും അറിയാനുള്ളത്. പക്ഷേ ശങ്കരനല്ല, രാമചന്ദ്രൻ. അഡ്വക്കേറ്റ് രാമചന്ദ്രൻ. ശ്യാം ചോദിച്ചു. ജോർജിയുടെ മുഖത്ത് ഒരു പരിഭ്രമം നിറഞ്ഞു. ഈയിടയ്ക്ക് ന്യൂസിൽ ഒക്കെ വന്നതാണെന്ന്. മിസ്സിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ മുംബൈയിൽ ഉണ്ടായിരുന്നതല്ലേ? മുൻപും കണ്ടിട്ടുണ്ടാവും. 1 മിനിറ്റ്.
ഫോട്ടോ കാണിച്ചു തരാം, ശ്യാം പറഞ്ഞുകൊണ്ട് മൊബൈലിൽ തിരഞ്ഞു. അയാൾ ഫ്രണ്ട് മിററിൽ പുറകിൽ നിന്നും ഒരു കാർ വരുന്നത് ശ്രദ്ധിച്ചു. അല്ല, ഞാനെന്തു മണ്ടനാ? എന്തിനാ ഫോട്ടോ? ആളിവിടെ ഉണ്ടല്ലോ. ബാക്കിലെ സീറ്റിലേക്ക് കൈയിട്ട് ട്രോളി ബാഗ് തുറന്നു. ഓപ്പൺ ആയ ബാഗിൽ അഡ്വക്കേറ്റ് രാമചന്ദ്രന്റെ മൃതശരീരം കണ്ട് ജോർജി ധരിച്ചിരുന്നു. FM. അയാൾ തന്റെ ഇടതുകൈയിൽ ഒളിപ്പിച്ച ക്ലോറോഫോം കുര്യന്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്തു. അലീന പറഞ്ഞാൽ പിന്നെ എങ്ങനാ? ശ്യാം ചിരിച്ചുകൊണ്ട് ക്ലോറോഫോം ജോർജിയുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്തു. നിമിഷങ്ങൾക്കകം അയാൾ മയങ്ങി വീണു. മറ്റൊരു കാർ മുന്നിലായി പാർക്ക് ചെയ്തു. ഒരാൾ ഇറങ്ങിവന്നു. അവർ രണ്ടുപേരും കൂടി ജോർജിയെ ട്രോളി ബാഗിലേക്കും അഡ്വക്കേറ്റിന്റെ ബോഡി കാറിലെ ഡ്രൈവിംഗ് സീറ്റിലേക്കും മാറ്റി. ട്രോളി ബാഗ് മൂന്നാമൻ വന്ന കാറിൽ വെച്ചതിനുശേഷം ശ്യാം വീണ്ടും തിരിച്ചുവന്നു. വക്കീലിന്റെ ബോഡി ജോർജിയുടെ കാറിന്റെ സൈഡ് വിൻഡോയിലൂടെ നോക്കിക്കൊണ്ടുനിന്നു. FM. കഥ ഇനി അടുത്ത ആഴ്ച ഇതേ സമയം തുടരും. ഇനി കാണും വരേക്കും ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം RJ അലീന. ശ്യാം FM റേഡിയോയുടെ വോളിയം കുറച്ചൂടെ കൂട്ടി അവിടുന്ന് നടന്നു നീങ്ങി. മുന്നിൽ കിടന്ന കാറിൽ കയറി ഇരുട്ടിലേക്ക് അതിവേഗം മറഞ്ഞു. സമയം 29 ജൂലൈ 2020 രാവിലെ 5 മണി. സ്ഥലം രാജേഷിന്റെ വീട്. മൊബൈൽ റിംഗ് കേട്ട് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന രാജേഷ് കാൾ അറ്റൻഡ് ചെയ്യുന്നു. ഹലോ വാട്ട്? ഞാനിതാ വരുന്നു. ഒരു നിമിഷനേരം ആലോചിച്ചതിനുശേഷം അയാൾ വേഗത്തിൽ മുഖം കഴുകി ഫ്രഷ് ആകുന്നു. സമയം 29 ജൂലൈ 2020 രാവിലെ 5:35. സ്ഥലം മേക്കാട് ജംഗ്ഷൻ. ബോഡി കിടക്കുന്ന കാറിനു മുന്നിലായി ഒരു പോലീസ് ജീപ്പ് പാർക്ക് ചെയ്തിരിക്കുന്നു. മാത്യുവും മറ്റു ചില പോലീസുകാരും ബോഡിയും കാറും ചെക്ക് ചെയ്യുന്നു. 2 പ്രൈവറ്റ് കാറുകളും 4-5 പേരും അതിനടുത്ത് കാണാം. FM റേഡിയോയിലെ പാട്ട് നല്ല ശബ്ദത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. രാജേഷ് തന്റെ ജീപ്പ് പാർക്ക് ചെയ്ത് സ്പോട്ടിലേക്ക് ചെന്നു. ബോഡി കിടക്കുന്ന കാറിനു ചുറ്റും ഒന്ന് ചെക്ക് ചെയ്ത് മാത്യുവിനോട് ചോദിച്ചു. എന്താണെടോ ഇതൊക്കെ? താൻ പറഞ്ഞതായിരുന്നു ശരി അല്ലേ? There is a third man and advocate is also a victim. പക്ഷേ സർ, നമ്മൾ രണ്ടുപേരും ചിന്തിച്ചതൊന്നും അല്ലാത്ത ഒരു ആംഗിൾ ഇതിനുണ്ടായിരിക്കുന്നു. സനലിന്റെ കൊലപാതകത്തിന് സമാനമാണിത്. മറ്റൊരാളുടെ കാറിലെ ഡ്രൈവിംഗ് പൊസിഷനിൽ ഡെഡ് ബോഡി കാണപ്പെടുന്നു. കഴിഞ്ഞതിന്റെ മുൻപത്തെ ചൊവ്വാഴ്ച മിഡ്നൈറ്റ് സനൽ മിസ്സിംഗ് ആകുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച മിഡ്നൈറ്റ് വക്കീൽ മിസ്സിംഗ് ആകുന്നു. വക്കീലിന്റെ കാറിൽ നിന്നും സനലിന്റെ ബോഡി കിട്ടുന്നു. ഇന്നലെ എഗൈൻ ചൊവ്വാഴ്ച മോസ്റ്റ് പോസിബിളി മിഡ്നൈറ്റ് തന്നെ മറ്റൊരാളുടെ കാറിൽ നിന്നും വക്കീലിന്റെ ബോഡി കിട്ടുന്നു. സമ്മൺ ഈസ് മിസ്സിംഗ് എഗൈൻ. പാറ്റേൺ കാണിക്കുന്നത് നമ്മൾ ഒരു സീരിയൽ കില്ലറിനെ ആണ് ചേസ് ചെയ്യുന്നത് എന്നാണ് സർ. മാത്യു പറഞ്ഞു നിർത്തി. ഇത് കൈവിട്ടു പോകുകയാണല്ലോ മാത്യു. എനി ക്ലൂ എബൌട്ട് കാർ ആൻഡ് ഓണർ? ഇല്ല സർ. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഇൻഫർമേഷൻ കിട്ടാൻ വൈകുന്നുണ്ട്. ആരാ ഇത് വിളിച്ചു പറഞ്ഞത്? രാജേഷ് ചോദിച്ചു. അവർ 2 പേർ ആണ്. സൈഡിൽ നിന്ന് 2 പേരെ വരാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് മാത്യു പറഞ്ഞു. നിങ്ങൾ എപ്പോളാ കണ്ടത്? എങ്ങോട്ട് പോകുകയായിരുന്നു? രാജേഷ് ചോദിച്ചു. ഞങ്ങൾ സേലത്ത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. ഒരു ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്ന് തിരിച്ചു പോകുന്ന വഴിയാ. ഇന്നുതന്നെ ക്ലാസ്സിൽ കയറണം, അതുകൊണ്ടാ രാത്രിയിലെ പുറപ്പെട്ടത്. ഇവിടെ എത്തിയപ്പോൾ FM റേഡിയോ ഉറക്കെ വച്ച ശബ്ദം കേട്ടു. അപ്പോളാണ് ഇരുട്ടത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ആ കാർ ശ്രദ്ധിച്ചത്. അതിൽ ഡ്രൈവിംഗ് സീറ്റിൽ ആരോ ഇരിക്കുന്നത് പോലെ പക്ഷേ എന്തോ ഒരു ശരിയല്ലായ്മ ഇരിപ്പിൽ ഉണ്ടായിരുന്ന. അങ്ങനെയാ ഞങ്ങൾ ഇവിടെ വന്നു നോക്കിയത്. സമയം 4:30 ആയി കാണും. എന്നിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്. നിങ്ങൾക്ക് ഇപ്പോൾ പോകാം, ആവശ്യം വന്നാൽ വിളിപ്പിക്കും, രാജേഷ് പറഞ്ഞു. അവർ അവിടെ നിന്നും പോയി. അപ്പോഴേക്കും ജനക്കൂട്ടം തടിച്ചുകൂടിക്കൊണ്ടിരുന്നു. ഒരു ആംബുലൻസ് വന്ന് അവിടെ നിർത്തി. ഇരുട്ട് പതിയെ മാറി തുടങ്ങിയിരുന്നു. അടച്ചിട്ട ഒരു മുറിയിൽ കസേരയിൽ കൈയും കാലും കെട്ടിയിട്ട നിലയിൽ മയക്കത്തിൽ ഇരിക്കുന്ന ജോർജി. വാതിൽ തുറക്കുന്ന ശബ്ദം അയാളെ ഉണർത്തി. നീയാരാ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ജോർജ് ചോദിച്ചു. കയറി വന്നയാൾ ജോർജിയോട് ഒന്നും പറയാതെ അയാളിരിക്കുന്നതിന് നേരെ പുറകിലായി ചെന്നു നിന്നു. നിനക്ക് ഞാൻ ആരാണെന്നു അറിയില്ല. അറിഞ്ഞിരുന്നേൽ നീ ഇതൊന്നും ചെയ്യാൻ ധൈര്യപ്പെടില്ല. തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചുകൊണ്ട് ജോർജി ഭീഷണി സ്വരത്തിൽ പറഞ്ഞു.
ഒരു നിമിഷ നേരത്തെ നിശബ്ദതയ്ക്കു ശേഷം അയാളുടെ ചെകിടത്ത് പിന്നിൽ നിന്നും ഒരു കൈ ആഞ്ഞുപതിച്ചു. അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു. എടാ, സമയം ഉണ്ട്. സർ, ഒന്ന് സാഹചര്യവുമായി പൊരുത്തപ്പെട്ടെ. റൂമിന് പുറത്ത് പത്രം വായിച്ചുകൊണ്ടിരുന്ന ശ്യാം പത്രത്തിൽ നിന്നും കണ്ണെടുത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സമയം 29 ജൂലൈ 2020 ഉച്ചയ്ക്ക് 12:30. സ്ഥലം അഴിയൂർ പോലീസ് സ്റ്റേഷൻ. ഉച്ചത്തിൽ ഓൺ ചെയ്തുവച്ചിരിക്കുന്ന ടെലിവിഷൻ ന്യൂസ് ചാനലിൽ സീരിയൽ കില്ലിങ്ങിന്റെ റിപ്പോർട്ടുകൾ സ്ക്രോൾ പോയിക്കൊണ്ടിരുന്നു. മാത്യു അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. രാജേഷ് എന്തോ ചിന്തയിൽ മുഴുകിയിരുന്നു. പോലീസ് സ്റ്റേഷനു മുൻപിൽ നിർത്തിയ കാറിൽ നിന്നും സുധീർ അവരുടെ റൂമിലേക്ക് കയറി വന്നു. അയാൾ ടെലിവിഷനിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നു. എന്നിട്ട് രാജേഷിനെയും മാത്യുവിനെയും നോക്കി. എന്തൊക്കെയാണെടോ ഇവിടെ നടക്കുന്നത്? ആർ യു ഗൈസ് അവെയർ ഓഫ് സിറ്റുവേഷൻ? ഇവിടെ ഒരു പോലീസ് സേന ഉണ്ടോ എന്നാണ് പല ന്യൂസ് ചാനലുകളും കൊടുക്കുന്ന ഹെഡിംഗ് തന്നെ. യു നോ ഐ ആം ഓൺ ദി വേ ടു DIG ഓഫീസ്. വാട്ട് അപ്ഡേറ്റ് ഷുഡ് ഐ ടെൽ? സുധീർ പറഞ്ഞു നിർത്തി. സർ, വക്കീലിന്റെ ഡെത്ത് നടന്നിരിക്കുന്നത് ഏതാണ്ട് ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ്. ബോഡി ഉണ്ടായിരുന്ന കാർ ഒരു ജോർജിയുടേതാണ്. മുൻപുണ്ടായ പോലെ തന്നെ ഹി ഈസ് മിസ്സിംഗ്. പുള്ളി എക്സ് പോലീസാണ്. ഒരുപാട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അധികം നാൾ സർവീസിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അല്ലർ ചില്ലർ ബിസിനസ്സുകൾ ഒക്കെ നടത്തി ജീവിക്കുകയായിരുന്നു. ഇന്നലെ എന്തോ ബിസിനസ് മീറ്റ് കഴിഞ്ഞു തിരിച്ചു വീട്ടിലേക്ക് പുറപ്പെട്ടതാണ് ഏതാണ്ട് രാത്രി 11 ഓടുകൂടി. രാജേഷ് പറഞ്ഞു. വാട്ട് എബൌട്ട് ദി കില്ലർ? സ്റ്റിൽ വി ഹാവ് നത്തിങ്. സർ, വി ആർ ആഫ്റ്റർ എ സീരിയൽ കില്ലർ. വക്കീലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സനലിന്റേതിന് സമാനമാണ്. രണ്ടുപേരുടെയും മരണകാരണം തലക്ക് ഏറ്റ ക്ഷതമാണ്. പിന്നെ ബോഡി കണ്ടെത്തിയ രീതി. ഒരു പക്ഷേ അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, മാത്യു പറഞ്ഞു. സൂചനകൾ പറയാൻ ഇവിടെ മീഡിയാസ് ഉണ്ട്. അത് താൻ പറയണ്ട. എ നീഡ് ഫാക്ട്സ് ആൻഡ് ആൻസേഴ്സ്. യു ഗേസ് ഗെറ്റ് മീ. മാത്യു എന്തോ പറയാൻ വന്നെങ്കിലും രാജേഷ് വേണ്ടെന്നുള്ള രീതിയിൽ കണ്ണടച്ച് കാണിച്ചു. സുധീർ അവിടെ നിന്നും പോയി. രാജേഷും മാത്യുവും വളരെ നിരാശയരായി കാണപ്പെട്ടു. സർ, ഒരു കാൾ ഉണ്ട്, ഒരു പോലീസുകാരൻ വന്നു പറഞ്ഞു. മാത്യു അവിടെ ചെന്ന് ഫോൺ എടുത്തു. ഹാലോ സർ, ഞാൻ രമേശ്, എഞ്ചിനീയർ ആണ്. ഇവിടെ കമൽ നഗർ നടുത്താണ് വീട്. എനിക്ക് കാർ മർഡേഴ്സിനെ പറ്റി ഒരു ചെറിയ സംശയം പറയാൻ ഉണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഞാൻ ട്രാവലിംഗിൽ ആയിരുന്നു. ആ സമയത്ത് FM-ൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോറി പ്രോഗ്രാം ഇതുപോലെ ഉള്ള ഒരു കഥയാണ് പറഞ്ഞത്. തുടർക്കഥ ആയിരുന്നു അത്. ഒരാളുടെ ശവം കാറിൽ വച്ച് കാറിന്റെ ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അത് ഒരു കോയിൻസിഡൻസ് ആയിക്കൂടെ? മാത്യു ചോദിച്ചു. ഞാൻ അങ്ങനെ തന്നെയാ വിചാരിച്ചത്. പക്ഷേ ഇന്നലത്തെ മർഡർ ന്യൂസ് കണ്ടപ്പോ ഞാൻ ആ പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചു. അത് വീക്കിലി പ്രോഗ്രാം ആണ്, എല്ലാ ചൊവ്വാഴ്ചയും 11:45. ഹോ, സ്ട്രേഞ്ച്. നമുക്ക് ഒന്ന് കാണാമോ? കമൽ നഗർ എവിടെ ആയിട്ടാ വീട്? സ്കൂൾ ഗ്രൗണ്ടിന്റെ അടുത്താണ് സർ. മാത്യു ഉടൻ തന്നെ അവിടേക്ക് പുറപ്പെട്ടു. സ്കൂൾ ഗ്രൗണ്ടിനടുത്തായി സംസാരിച്ചു നിൽക്കുന്ന മാത്യുവും രമേശും. തനിക്ക് ആ സ്റ്റോറി ഓർമ്മയുണ്ടോ? മാത്യു രമേശിനോട് ചോദിച്ചു. ഉവ്വ് സർ. രാത്രി 11:30 റെയിൻബോ FM-ലെ മിഡ്നൈറ്റ് ഹംഗാമ എന്നൊരു പ്രോഗ്രാം ആയിരുന്നു. 11:45 വരെ സോങ്സ് വയ്ക്കും. പിന്നീടാണ് തുടർക്കഥ എന്ന സെഗ്മെന്റ്. കഥ ഇങ്ങനെ ആയിരുന്നു. ഒരാൾ രാത്രിയിൽ കാറിൽ പോകുന്നു. വഴിയിൽ വച്ച് ട്രോളി ബാഗ് ആയി നിൽക്കുന്ന ഒരാൾ ഈ വരുന്ന കാറിനു കൈ കാണിക്കുന്നു. ഡ്രൈവർ ലിഫ്റ്റ് കൊടുക്കുന്നു. അവർ പലതും സംസാരിക്കുന്നു. പലപ്പോഴും കാറിൽ കയറിയ ആളുടെ പെരുമാറ്റം തന്നെ മുൻപരിചയം ഉള്ളതുപോലെ എന്ന് ഡ്രൈവർക്ക് തോന്നുന്നു. വന്നയാൾ കഴിഞ്ഞ ആഴ്ച മിസ്സിംഗ് ആയ ഒരാളെ അറിയുമോ എന്ന് ഡ്രൈവറോട് ചോദിക്കുന്നു. ഇല്ല എന്ന് അയാൾ പറയുമ്പോൾ മറന്നുപോയതാകുമെന്നും. ആളിവിടെ ഉണ്ടെന്നും പറഞ്ഞു കൊണ്ടുവന്ന ട്രോളി ബാഗ് തുറന്ന് ഒരു മൃതദേഹം കാണിക്കുന്നു. അയാൾ പ്രതികരിക്കുന്നതിനു മുൻപ് ക്ലോറോഫോം മുഖത്തേക്ക് സ്പ്രേ ചെയ്യുന്നു. അയാൾ മയങ്ങി വീഴുന്നു. അയാളെ സീറ്റിൽ നിന്നും ട്രോളി ബാഗിലേക്ക് മാറ്റി കൊണ്ടുവന്ന ഡെഡ് ബോഡി സീറ്റിൽ വയ്ക്കുന്നു. എന്നിട്ടയാൾ ട്രോളി ബാഗുമായി അവിടെ നിന്നും പോകുന്നു. പക്ഷേ ഇത്രയും ക്ലിയർ ആയി ഇത് ഓർത്തിരിക്കാൻ കാരണം? മാത്യു ചോദിച്ചു. സർ,
സാധാരണയായി ആ സമയങ്ങളിൽ FM പ്രോഗ്രാംസ് എല്ലാം മ്യൂസിക് ഓറിയന്റഡ് ആണ്. ഒരു കഥ പറയുന്ന പ്രോഗ്രാം ആദ്യമായാണ് ഞാൻ കേൾക്കുന്നത്. അതിലെ അവതരണം വളരെ മനോഹരമായിരുന്നു. എന്തോ ഒരു റിയൽ ഫീൽ ഉണ്ടായിരുന്നു ആ കഥക്ക്. ഓക്കേ രമേശ്, താങ്ക്സ് ഫോർ ദി ഇൻഫോ. മാത്യു അവിടെ നിന്നും ഇറങ്ങി. സമയം രാവിലെ 10:30 സ്ഥലം അഴിയൂർ. CI രാജേഷിന്റെ വീട്. ജീപ്പിൽ കയറുന്ന രാജേഷും മാത്യുവും. ജീപ്പ് പുറത്തോട്ട് നീങ്ങുന്നു. രമേശ് പറഞ്ഞ കാര്യങ്ങൾ വച്ച് ഞാൻ വക്കീലിന്റെ ബോഡി കിട്ടിയ സ്പോട്ടിൽ പോയി നോക്കിയിരുന്നു സർ. ഒരു ട്രോളി വലിച്ച പോലുള്ള പാട് അവിടെ കാണുന്നുണ്ട്. പിന്നെ പറഞ്ഞ കഥയിലെ മർഡർ വാസ് സിമിലർ. കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ആളുടെ വണ്ടിയിൽ മുൻപ് കൊണ്ടുപോയ ആളുടെ ബോഡി. അതുമാത്രം അല്ല, ബോഡി ആദ്യം കാണുന്നവർ പറഞ്ഞതും സർ ഓർക്കുന്നില്ലേ? വളരെ ഹൈ വോളിയം FM മ്യൂസിക് കേട്ടാണ് അവർ ഈ വണ്ടി നോട്ട് ചെയ്തതും. യാ ഫിൽസ് സംതിങ് ഈസ് ഫിഷി. താൻ റെയിൻബോ FMയിലെ ആരെങ്കിലും കണക്ട് ചെയ്തായിരുന്നോ? രാജേഷ് ചോദിച്ചു. ഉവ്വ് സർ. ആദ്യം ഒരു അൺഒഫീഷ്യൽ അന്വേഷണമാണ് നല്ലതെന്ന് തോന്നി. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പരിചയക്കാരൻ വഴി കുറച്ചു കാര്യങ്ങൾ തിരക്കി. അത് കുറച്ചൂടെ ഞെട്ടിക്കുന്നതാണ്. ഈ പ്രോഗ്രാം തുടങ്ങിയത് സനലിനെ കാണാകുന്ന അന്നുതന്നെ ആണ്. പിന്നീടുള്ള ചൊവ്വാഴ്ച വക്കീലിനെ കാണാതായ ദിവസം, അതായത് രമേശ് FM റേഡിയോ കേട്ട ദിവസം 2ാമത്തെ എപ്പിസോഡ്. പിന്നെ മിനിങ്ങാന്ന് 3ാമത്തെ എപ്പിസോഡ്. അതുകൂടെ അറിഞ്ഞപ്പോൾ അവരുടെ ഓഫീസിൽ പോയി അന്വേഷിക്കാം എന്ന് വിചാരിച്ചു. രാജേഷ് റെയിൻബോ FMന്റെ ഓഫീസിനു മുന്നിൽ വണ്ടി നിർത്തി. മാത്യു ഇറങ്ങി. ഓക്കേ മാത്യു. ഞാൻ കൂടെ വരണോ? വേണ്ട സർ. ഇത് ഞാൻ നോക്കിക്കൊള്ളാം. സർ ജോർജിയുടെ വീട്ടിലേക്ക് തന്നെ പോയിക്കൊള്ളൂ. രാജേഷ് അവിടെ നിന്നും പോയി. മാത്യു FM ഓഫീസിലേക്കു കയറിപ്പോയി. റിസപ്ഷനിൽ തിരക്കിയ ശേഷം കുറച്ചുനേരം അയാൾ അവിടെ കാത്തുനിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടേക്ക് കയറി വന്നു. മാത്യുവിനെയും കൂട്ടിക്കൊണ്ട് ഒരു റൂമിലേക്ക് പോയി. സർ, ഞാൻ ആൽബർട്ട്. ഇവിടത്തെ പ്രോഗ്രാം മാനേജർ ആണ്. എന്താണ് വിഷയം? ആൽബർട്ട്, നിങ്ങൾ പുതിയതായി തുടങ്ങിയ ഒരു പ്രോഗ്രാം ഇല്ലേ? എല്ലാ ചൊവ്വാഴ്ചയും ഉള്ള ഒരു തുടർക്കഥ. ഉവ്വ് സാർ. മിഡ്നൈറ്റ് ഹംഗാമ എന്നാണ് പ്രോഗ്രാം നെയിം. അതിന്റെ സെക്കൻഡ് സെഗ്മെന്റ് ആണ് തുടർക്കഥ. കഴിഞ്ഞ 2 ആഴ്ചയും 2 മർഡർ നടന്നതും ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്തെങ്കിലും സാമ്യം അതിലെ കഥയുമായി തോന്നിയായിരുന്നോ? ഇവിടെയും ആരൊക്കെയോ അങ്ങനെ പറഞ്ഞു കേട്ടു. പക്ഷേ അങ്ങനെ കാര്യമായി എടുക്കേണ്ട കാര്യമായി എനിക്ക് തോന്നിയില്ല. ഓക്കേ. ആൽബർട്ട്, ഈ കഥ എഴുതുന്നത് ആരാണ്? സർ, ജനറലി ഞങ്ങൾക്ക് പ്രോഗ്രാം റൈറ്റേഴ്സ് ഉണ്ട്. ബട്ട് ഈ കഥ ഞങ്ങളുടെ RJ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഹോ, ഓക്കേ. ദാറ്റ് ഈസ് ഇൻറ്ററസ്റ്റിംഗ്. എനിക്ക് ഈ പ്രോഗ്രാമിന്റെ ഓഡിയോസ് ഒന്ന് കേൾക്കാമോ? മാത്യു ചോദിച്ചു. തീർച്ചയായും. പ്ലീസ് കം. അവർ രണ്ടുപേരും റെക്കോർഡിന് റൂമിലേക്ക് പോയി. തുടർക്കഥയുടെ ആദ്യത്തെ എപ്പിസോഡ്. ഹലോ എവരിവൺ. ഇത് നിങ്ങളുടെ സ്വന്തം RJ അലീന. മുൻപ് പറഞ്ഞിരുന്നപോലെ തന്നെ നമ്മൾ ഇന്നുമുതൽ FM ഹംഗാമ 2 സെഗ്മെന്റ് ആക്കി തിരിച്ചിരിക്കുകയാണ്. നമ്മൾ ചെറുപ്പത്തിൽ കുറുമ്പ് കാട്ടുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുസരണക്കേട് കാട്ടുമ്പോഴൊക്കെ നമ്മുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ എന്താ ചെയ്യാറ്? നമുക്ക് കഥ പറഞ്ഞു തരും അല്ലേ? പക്ഷേ ഇപ്പോൾ എത്ര പേർക്ക് ഒരു കഥ വായിക്കാൻ സമയം കിട്ടാറുണ്ട്? എല്ലാവർക്കും ആഗ്രഹം ഉണ്ട്, പക്ഷെ സമയം ഇല്ല അല്ലേ? അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആയി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതെ, നമ്മുടെ 2ാമത്തെ സെഗ്മെന്റ് ആണ് തുടർക്കഥ. മുൻപ് പറഞ്ഞതുപോലെ ഇത് ഒരു വീക്കിലി പ്രോഗ്രാം ആയിരിക്കും. ഇനി വൈകുന്നില്ല, സോ നമ്മളുടെ കഥ തുടങ്ങുന്നു. രാത്രി 12-നോടടുത്ത സമയം. കൂരിരുട്ട് നിറഞ്ഞ ഒരു വഴിയിലൂടെ ഒരാളിങ്ങനെ കാറോടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. വേറെ വണ്ടികളൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഒരു വളവ് തിരിഞ്ഞതും റോഡിൽ ഒരാൾ ലിഫ്റ്റിനായി കൈ കാണിക്കുന്നു. കാറോടിച്ച് വന്ന ആൾ ബ്രേക്ക് ചെയ്ത് നിർത്തുന്നു. ഡ്രൈവറുടെ അനുവാദത്തോടെ യാത്രക്കാരൻ ഒരു ട്രോളി ബാഗ് എടുത്ത് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ വെച്ച് ഫ്രണ്ട് സീറ്റിൽ കയറുന്നു. ഇരുട്ടിലൂടെ വണ്ടി മുന്നോട്ടു പോകുന്നു. അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നു. കാറോടിക്കുന്ന ആൾ തന്റെ പേര് ഹരീന്ദ്രൻ എന്നാണ് എന്ന് പറയുന്നു.
കുറച്ചു നേരത്തെ സംസാരത്തിനു ശേഷം ആഗതൻ സംസാരിക്കുന്ന രീതിയിലെ വ്യതിയാനം ഹരീന്ദ്രൻ ശ്രദ്ധിക്കുന്നു. കൂടുതൽ സമയം കഴിയും തോറും അയാൾ ഹരീന്ദ്രനെ പറ്റി സ്വയം പറയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞു തുടങ്ങുന്നു. അങ്ങനെ ആഗതൻ ഇറങ്ങാം എന്ന് പറഞ്ഞ സ്ഥലം എത്തുമ്പോൾ ഹരീന്ദ്രൻ വണ്ടി നിർത്തി ഇറങ്ങിക്കോളാൻ പറയുന്നു. അയാൾ ഒന്നും കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. ഹരീന്ദ്രൻ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് എന്റെ വീട്ടിൽ കയറി ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് കൊണ്ടുവന്ന ട്രോളി ബാഗ് ചൂണ്ടിക്കൊണ്ട് അതിഷ്ടമായോ എന്ന് ചോദിക്കുന്നു. ഹരീന്ദ്രൻ അരിശം സഹിക്കാതെ അയാളെ പുറത്തേക്ക് തള്ളാൻ ഒരുങ്ങുമ്പോൾ അയാൾ ദേഷ്യം കുറയാൻ ഒരു മരുന്ന് ഉണ്ടെന്ന് പറഞ്ഞ് മുഖത്തേക്ക് ക്ലോറോഫോം സ്പ്രേ ചെയ്യുന്നു. ഹരീന്ദ്രൻ മയങ്ങി വീഴുന്നു. അയാളെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും എടുത്ത് കൊണ്ടുവന്ന ട്രോളി ബാഗിൽ ആക്കുന്നു. എന്നിട്ട് കാറും ട്രോളി ബാഗുമായി സ്ഥലം വിടുന്നു. കഥ തുടരും. പുതിയ സെഗ്മെന്റിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്ത ആഴ്ച ഈ കഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഓഫ് നിങ്ങളുടെ സ്വന്തം RJ അലീന. ഗുഡ് നൈറ്റ്. ഇതിനുശേഷം മാത്യു രണ്ടാമത്തെയും മൂന്നാമത്തെയും എപ്പിസോഡും കേൾക്കുന്നു. കുറച്ചുനേരം അയാൾ എന്തോ ചിന്തിച്ചിരുന്നതിനു ശേഷം ചോദിക്കുന്നു.